ഹലോ നമസ്കാരം. ചന്ദ്ര കണ്ട ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മന്ത് ബൈ മന്ത് ഗൈഡൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ടോപ്പിക്കിൽ ഇംഗ്ലീഷിൽ ഒരു റീഡിംഗ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം വേർഷൻ, അത് ഇനി മലയാളത്തിൽ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഇതിപ്പോൾ മലയാളത്തിലായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ സെപ്റ്റംബർ തൊട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എങ്ങനെയായിരിക്കും, ഓക്കെ, പൊതുവെ ഒരു എനർജി എങ്ങനെയായിരിക്കും, പ്ലസ് ആ ഒരു മാസത്തിലേക്കുള്ള ഒരു ഷോർട്ട് ഗൈഡൻസ്, ഇത്രയുമാണ് ഈ റീഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ റീഡിങ്ങിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 ചാമുകളുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക. പരമാവധി ഒരു ഗ്രൂപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് കറണ്ട് റിയാലിറ്റിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1 റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് നിങ്ങളുടെ എന്താ പറയണ്ടേ, സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഇനിയുള്ള സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എനർജി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഇനിയുള്ള സെപ്റ്റംബർ 2025 എങ്ങനെയായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് പെന്റക്കിൾസ് ആണ് കേട്ടോ. Clarify the 2 of Pentacles, 6 of Cups, clarify the 6 of Cups, Wheel of Fortune, clarify the Wheel of Fortune, 3 of Cups, guidance for September 2025 for Group 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അണ്ടർലൈൻ എനർജി മൂൺ കാർഡാണ്. സർപ്രൈസസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അതായത് ഈ ഒരു മാസം കഴിയുമ്പോൾ ആണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ ആ സെപ്റ്റംബർ മാസത്തിൽ തുടക്കത്തിൽ നിങ്ങൾക്കൊരു അനുമാനം ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും ഈ ഒരു മാസം. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ ഒരു മാസത്തെ നിങ്ങളുടെ അനുഭവം എന്ന് പൊതുവെ പറയുന്നു. അതിൽ ആദ്യമേ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയാ, അവര് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി എന്ന് ഞാൻ കാണുന്നില്ല, പക്ഷെ അവര് നിങ്ങൾക്കൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരൊരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നത്, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അവരുടെ ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അവർ പറയുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, മാത്രമല്ല ഒരു പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി, ഒരു എന്താ പറയേണ്ട അഭിവൃദ്ധി ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസിഷനിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്കുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശം യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിനെ പാസ്റ്റിൽ തന്നെ നിർത്തുക ഈ ഒരു മാസം. ഓക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞു പോയതാണ്. അതിനെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക. അതാണ് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം. നമുക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോ ഈ ഒരു എന്താ പറയാ, പെർട്ടിക്കുലർ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മുൻപ് ഇതുപോലെ നടന്നതാണ്, ചിലപ്പോൾ മുൻപ് ഇതുപോലെ ആരെങ്കിലും സഹായം സ്വീകരിച്ചിട്ട്
നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ ആകുമോ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരാം. ഓക്കെ, അതാണ് നിങ്ങളോട് പറയണത്. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു അവസരമാണ് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്നത്. ഓക്കെ, ആ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അവസരം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുള്ളത്, ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് രണ്ടാമത് ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ ഒരു പുരോഗതി കൊണ്ടുവരുന്നതിനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, പഴയതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കാതെ പുതിയതായി വരുന്ന അവസരങ്ങളെ, മാറ്റങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മാറ്റങ്ങൾക്കാണ്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞു പോയത് അവസാനിച്ചതാണ്, അതിൽ ഇനി ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്നും കൂടെ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഇനി ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഒക്ടോബർ 2025 എങ്ങനെയാകും? ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഒക്ടോബർ 2025 എങ്ങനെയാകും? ഡബിൾ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഡബിൾ കാർഡ്. Okay, 8 of cups. Clarify the 8 of cups. Okay, what is the advice for October 2025 for the collective belongs to group 1? ഓക്കെ, അപ്പോൾ അണ്ടർലൈങ് എനർജി 10 of cups ആണ്. നമുക്ക് 10 of pentacles ഇവിടെ ഉണ്ട്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, തോട്ട് പാറ്റേൺസ്, ബിഹേവിയർ പാറ്റേൺസ്, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ ഒരു പുരോഗതി ഇല്ലാതെ പിടിച്ചു നിർത്തുന്നത്, അത് ചിലപ്പോൾ നിങ്ങളിലുള്ള ചില ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒരു തോട്ട് പാറ്റേണോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ അതിനൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അപ്പൊ പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് എനർജീസിൽ നിന്നൊരു റിലീസ്, നിങ്ങൾ അതിൽ നിന്നൊക്കെ സ്വതന്ത്രരാകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്കൊരു വലിയ നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് 6 of Wands 10 of Pentacles ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന, രഹസ്യമാക്കി വെക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയുന്നു. കാരണം ഇത് എന്താ പറയാ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമാണ്, ഒരു വിജയമാണ്. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും കിട്ടാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ടൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടൊരു ഉയർച്ച, സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി, ഭദ്രതയൊക്കെ ലഭിക്കുന്നതായിട്ട്, അത് നൽകുന്നതായിട്ട്, നേടിത്തരുന്നതായിട്ട് കാണുന്നു ഈ ഒരു നേട്ടം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു വളരെ വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് കാണുന്നു. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് പല കാര്യങ്ങളും നടക്കുന്ന, അപ്പൊ ചില അധ്യായങ്ങൾ അവസാനിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുന്നു എന്ന് പറഞ്ഞു അല്ലെ, നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകുന്നുണ്ട്. അതിന് യൂണിവേഴ്സിന്റെ പ്ലാൻ ഉണ്ട്, അതെങ്ങനെ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിന്റെ പ്ലാൻ ഉണ്ട്. അതുപോലെ ഈ ഒരു വിജയം, ഈ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും യൂണിവേഴ്സിന്റേതായ ടൈമിംഗ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയാ കാര്യങ്ങൾ നടക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം, നിങ്ങൾ ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റ് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിലെ ആ പ്രസന്റ് മൊമെന്റിലെ ആ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഫുള്ളി ഫോക്കസ് ആയിക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഓരോ ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ നിങ്ങൾ അവിടെ ഫുള്ളി നിങ്ങൾ പ്രസന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം.
പിന്നെ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഫുള്ളി പ്രസന്റ് ആയിക്കൊണ്ട് അത് എൻജോയ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇനി നവംബർ മാസമാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് നവംബർ 2025 എങ്ങനെയാകും? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് നവംബർ 2025 എങ്ങനെയാകും? ഓക്കെ, 9 ഓഫ് വീൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ 9 ഓഫ് വീൽസ്. Hierophant. Okay. Clarify the Hierophant. Magician. Clarify the Magician. Clarify the Magician. Clarify the Magician. Okay. നിങ്ങൾക്കുള്ള അഡ്വൈസ്. അണ്ടർലൈങ് എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. പുതിയ തുടക്കത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, 1155 എന്ന നമ്പർ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നവംബർ മാസത്തിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്, 1155. ഓക്കെ, അപ്പോൾ നവംബർ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ മാസം തൊട്ട് എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അല്ലെ, നിങ്ങൾ ഒരു ജീവിത രീതി, ഒരു ജീവിതശൈലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് സാമ്പത്തികമാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ആ ഒരു ജീവിത ശൈലി നിങ്ങൾക്ക് നവംബർ തൊട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് അതിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് നവംബർ മാസത്തിൽ. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അതൊരു പെർമനന്റ് എനർജിയാണ്. അതായത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു എന്താ പറയണ്ടേ ഒരു കാര്യമല്ല, അത് പെർമനന്റ്ലി നിങ്ങളുടെ ആ ലൈഫ് സ്റ്റൈലിൽ ഒരു അപ്ഗ്രേഡ് വരുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെൽഫ് കെയർ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്കെല്ലാം എഫോർഡ് ചെയ്യാൻ സാധിക്കാണ്. മനസ്സിലായോ? അതാണ് നമുക്ക് കിട്ടുന്ന എനർജി. പിന്നെ നമുക്ക് മെജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ആ ഒരു മെജീഷ്യൻ കാർഡ് കാണിക്കുന്നത് ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ എനിക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് വളരെ ആക്റ്റീവായി നിൽക്കുന്ന, വളരെ പവർഫുൾ ആയി നിൽക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് ഇൻവോൾവ് ആകുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ. അത് മാത്രമല്ല, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ട്, ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു എന്താ പറയണ്ടേ ഡൗൺലോഡ് നമുക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്വര, ഒരു എർജ് ഉണ്ടാവുകയാണ്. എനിക്ക് ചെയ്യണം, അതങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോട്ട് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി അതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയുന്നു. കാരണം അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ്, ഗുഡ് ഫോർച്യൂൺ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് എക്സാക്ട്ലി ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് ഈ ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഡിവൈൻ ടൈമിങ്ങിൽ വരുന്ന ഈ ഒരു ചിലപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആവാം. അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നതല്ല എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതാണ്. അത് യൂണിവേഴ്സ് ആ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിങ്ങൾ അതിലേക്ക് നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണോ അതനുസരിച്ച് ആക്ഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്.
നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്താ അഡ്വൈസ് എന്ന് പറയുന്നത് ഫൂൾ കാർഡാണ്. അതായത് സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ പുറത്ത് നിൽക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഡെഫിനറ്റ്ലി ആ ഒരു കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന ആണെങ്കിൽ കൂടെ അതിനെ നിങ്ങളൊരു ആ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, ആ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്ത് വരേണ്ടതാണെങ്കിൽ അത് പുറത്ത് വന്നേ പറ്റുള്ളൂ. നിങ്ങളോട് എന്താ പറയണേ? ഗോ വിത്ത് ദ ഫ്ലോ. ലൈഫിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക. അതിനെ നിയന്ത്രിക്കാനും ശ്രമിക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രമിക്കരുത്. ഓക്കെ, അതനുസരിച്ച് ആ ഒരു ഫ്ലോവിനനുസരിച്ച് പോകുക. ഒഴുക്കിന് ഒപ്പം പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ഡിസംബർ 2025 എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഡിസംബർ 2025 എങ്ങനെയാകും? ഓക്കെ, Ten of Wands, Nine of Swords. Clarify Ten of Wands. Okay, clarify the Nine of Swords. Clarify the Nine of Swords. Thank you. Clarify the Ace of Wands. Clarify the Ace of Wands. Guidance for December 2025 for Group 1. Thank you. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഓക്കെ, ഇപ്പൊ എല്ലാ കാർഡ്സും നിങ്ങൾക്ക് കൂടുതൽ വിസിബിൾ ആണ് അല്ലേ? അപ്പോൾ ഡിസംബർ മാസത്തിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിലെ വളരെ ബേർഡനിങ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങളെ എന്താ പറയാ ബേർഡൻ ചെയ്യിക്കുന്ന നിങ്ങൾക്കൊരു ഭാരമായിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ഓക്കെ, ചില അനുഭവങ്ങളായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾക്കൊരു ഭാരമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഭാരം വെറുതെ ഒരു ഭാരം മാത്രമല്ല, അത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആൻസൈറ്റി നിങ്ങളിൽ ഉണ്ടാക്കുന്നു, ഒരുപാട് എന്താ ടെൻഷൻ ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന മാസമാണ് ഡിസംബർ മാസം. ഓക്കെ, അത് ഒഴിഞ്ഞു പോകുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകുന്നത്, വളർച്ചയുടെ ഒരു തുടക്കം. ഓക്കെ, അതിലൊരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു എന്താ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കണം എന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാരമായിട്ടുള്ളതാണ്. നിങ്ങൾ അതല്ല ഡിസേർവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാരമുള്ള നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ സ്ട്രെസ് ചെയ്യിക്കുന്ന ടെൻഷൻ എത്തിക്കുന്ന കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരാളല്ല നിങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുന്നത്. അപ്പൊ അത് അവസാനിച്ചു പോകുന്നതിനെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നതിനെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഒരു ഭാരമായി അനുഭവപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം അതിലൂടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ അവസരം വരുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അവസരമാണെന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, ഒരിക്കലും ചിലപ്പോൾ ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാൻ വളരെ സാധ്യത കുറവാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതവിടെ ആക്സെപ്റ്റ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചതാണ്, അപ്പൊ ഇതെന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കുള്ളത് തന്നെയാണ്, ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നു, ഇതിലൂടെ എന്റെ ലൈഫ് ഇനി അങ്ങോട്ട് വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകും, വളരെ നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ആയിരിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയോടെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു അവസരത്തിനെ ഉപയോഗിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളോട് ഡിസംബർ മാസത്തിലായിരിക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു അവസരം സ്വീകരിക്കുന്നത് വഴി ഈ പറഞ്ഞ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാരമായി ഇരിക്കുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ആ എനർജീസ് എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഭാരമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും വിഷമവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ചിന്തകളും നിങ്ങളെ വിട്ടൊഴിയുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരിക്കുക. മാത്രമല്ല ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നാച്ചുറലി നിങ്ങൾക്ക് അതിന് സാധിക്കും.
അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് കാണുന്നു. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സയൻസ്, സിങ്ക്രണിസിറ്റീസ്, ഇതിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസ് എന്താണ്, ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് തരുന്ന സയൻസ് എന്താണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ലൈഫിലും മുന്നോട്ട് പോകാനായിട്ട്, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ. ഓക്കെ, അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് കണ്ടോ, 2 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ തോട്ട്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നിങ്ങളുടെ തോട്ട്സ് ഓൾറെഡി കുറച്ച് മെസ്ഡപ്പ് ആണ്, കുറച്ച് പ്രശ്നങ്ങളാണ്, ആകെ ഓവർ തിങ്കിങ്ങിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. ഈ ഒരു അവസരം വന്നാലും നിങ്ങൾക്ക് അത് സ്വീകരിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുക. അപ്പൊ അതൊന്ന് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലും യൂണിവേഴ്സ് തരുന്ന സയൻസിലും ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ പറയുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 4, 18, 26. ഓക്കെ, ഇനി മൺസൂൺ സീസൺ. അപ്പൊ നിങ്ങളിപ്പോ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൺസൂൺ സീസൺ നമുക്ക് ഇനി വരുന്നുണ്ട് അല്ലെ, നമുക്ക് തുലാവർഷം വരുന്നുണ്ട്. ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തുലാവർഷം തൊട്ട് അടുത്ത വസന്തകാലം വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ ഈ പറയുന്ന പല കാര്യങ്ങളുടെയും ഒരു എന്താ പറയുക നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതിന്റെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിലാവും കടക്കുന്നത്. ഓക്കെ, പിന്നെ ജാനുവരി, ജൂലൈ മാസങ്ങൾ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനന മാസമായിരിക്കാം. നിങ്ങൾക്ക് പൈസസ്, കാപ്രിക്കോൺ, സ്കോർപിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ്, സോഡിയാക് സൈനിൽ ഉണ്ടാകാം. നമുക്ക് ലഭിച്ചിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് AIPSTUXY. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ്സിൽ ഇപ്പോൾ ലൈവ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് വോയിസ് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ വഴി നമ്മൾ ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്യണം. കാരണം ഒരു ദിവസം 2 ബുക്കിംഗ്സ് ആണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ്സ് ഒരുപാട് നമുക്ക് എന്താ പറയാ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എമർജൻസിയിൽ വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാവും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഏതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു പിക്കച്ചാം റീഡിംഗ്, ഇപ്പം ഈ ഒരു ടോപ്പിക് റിക്വസ്റ്റ് ചെയ്തതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു പിക്കച്ചാം റീഡിംഗ് അല്ലെങ്കിൽ ഒരു പിക്കപ്പൈൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, തരുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് അതനുസരിച്ചിട്ട് നമ്മൾ ആ പറയുന്ന ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാകാനായിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക പോസിബിലിറ്റി കൂടുന്നത്. അതെപ്പോഴും ഓർക്കുക. ഓക്കെ, ഗൈഡൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഇനിയുള്ള സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഇനിയുള്ള സെപ്റ്റംബർ മാസം, സെപ്റ്റംബർ 2025, ബാക്കിയുള്ള സെപ്റ്റംബർ 2025 എങ്ങനെയാകും?
ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഓക്കെ പേജ് ഓഫ് കപ്സ് ആണെന്ന് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്. ക്ലാരിഫൈ ദ പേജ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ ദ ക്യൂൻ ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, clarify the four of pentacles, okay, guidance for September. Thank you. ഓക്കെ, നിങ്ങളോട് ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. കാരണം പല കാര്യങ്ങളും ആ ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ സംഭവിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത, നിങ്ങളെ സംബന്ധിച്ച് ഒരു വിജയമായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് വൈകി വരുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് പറയുന്നത്. കാരണം അത് ഡിലേഡ് ആണ്. അത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അത് ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നിലായി വ്യക്തമായൊരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, അതെന്താ വെച്ചാൽ ഇപ്പോഴാണ് ആ സമയം. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ്, ഈ സെപ്റ്റംബർ 2025 അപ്പോഴാണ് അത് വരുന്നത്. അതിലൂടെ വരുന്ന ഈ വൈകി എത്തുന്ന ഈ സന്തോഷ വാർത്തകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുകയും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ, കാരണം നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ഗുഡ് ന്യൂസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ട്, ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും മാത്രമല്ല ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിച്ച് സമാധാനം നിറഞ്ഞ ഒരു സമയത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടക്കുന്നതുമായിട്ടുള്ള ഒരു മാസമാണ് ഈ ഒരു എന്താ പറയണ്ടേ സെപ്റ്റംബർ മാസം. ഇവിടെ നിങ്ങൾ ചെയ്ത നല്ല നിങ്ങൾക്കുള്ള റിവാർഡ്സ് കിട്ടുന്ന, ഓക്കെ, നിങ്ങളുടെ ആ ലൈഫിൽ നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു നല്ല പ്രവർത്തികളുടെ തന്നെ ഒരു എന്താ പറയണ്ടേ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഈ സെപ്റ്റംബർ മാസം ഈ മാസത്തിലാണ് അതിന്റെ തുടക്കം ഇടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാ മാറ്റങ്ങളും ഈ മാസത്തിൽ തന്നെ വരുന്നില്ല, പക്ഷെ ഈ മാസത്തിലാണ് അതിന് തുടക്കം ഇടുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് അതിൻ്റെതായ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. അതിനാണ് നമ്മൾ ഡിവൈൻ ടൈമിംഗ് എന്ന് വിളിക്കുന്നത്. ആ ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കാം. ഓക്കെ, ആ ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ ഈ ഒരു മാസത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓരോ കാര്യങ്ങളും ആ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമ്പോഴാണ് അത് ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആകുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുകയും വേണം. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രാവർത്തികമാക്കി അത് ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഒക്ടോബർ 2025 എങ്ങനെയാകും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഒക്ടോബർ 2025 എങ്ങനെയാകും? വീണ്ടും നമുക്ക് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടുന്നത്. ക്ലാരിഫൈ ദ പേജ് ഓഫ് കപ്സ്, 3 of pentacles, clarify the 3 of pentacles, 8 of cups, clarify the 8 of cups. Okay, clarify guidance for October 2025. ഓക്കെ, അണ്ടർലൈൻ എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു മാസം എന്ന് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫൈനാൻസിൽ എഗെയിൻ നമുക്ക് പേജ് ഓഫ് കപ്സ് കിട്ടിയിരിക്കണേ അല്ലെ. ഗുഡ് ന്യൂസിന്റെ എനർജിയാണ്. നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ അണ്ടർലൈൻ എനർജി എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആയിരുന്നു. അഗെയിൻ പുതിയ തുടക്കം നമുക്ക് അവിടെ കണ്ടു. നമ്മുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. എന്താണ്, ആ ഒരു വിഷമം ഉണ്ടായിട്ടുള്ള ഘട്ടത്തിൽ നിന്ന് സമാധാനം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, പുതിയ തുടക്കം പറയുന്നുണ്ട്. അത് തന്നെയാണ് അണ്ടർലൈൻ എനർജി കണ്ടത്. ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്ന ഒരു നല്ല വാർത്ത കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ സംബന്ധിച്ച്. അതിലൂടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ, നിങ്ങൾക്ക് സ്ട്രെസ്, ആശങ്കകൾ, പേടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നതിൽ നിന്ന്
നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആവുകയാണ്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ കരിയറിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു സന്ദേശം നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സബലീകരിക്കപ്പെട്ടു എന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, എന്ത് മാറ്റം വരുത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊരു നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ചോയ്സ് ആണ് അല്ലെ. എനിക്ക് കരിയറിൽ ഇന്നതാണ് വേണ്ടത്, എനിക്ക് ഈ കരിയറിൽ ഇന്ന അപ്ഗ്രേഡ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ചോയ്സ് എടുത്തിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പൊ ഒരു കാരണവശാലും ആ ഒരു എടുത്ത ഡിസിഷനിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുക, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് അവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള ടെൻഷന്റെയും ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലർക്ക് അതിൽ സഹായങ്ങൾ കിട്ടുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, കരിയറിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സഹായങ്ങൾ, സപ്പോർട്ട് കിട്ടുന്നു. അത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ എന്തായാലും കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം എന്നാണ് കാണുന്നത്. അതിലൂടെ ആ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നവംബർ മാസം എങ്ങനെയാകും നോക്കാം. നവംബർ 2025 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? ഓക്കെ, 9 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈഡ് 9 of Wands. Clarify the Queen of Cups. Okay, what's the advice? ഓക്കെ, കുറച്ച് ചാലഞ്ചസ് നിങ്ങൾ ഒന്ന് ഫേസ് ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് സെപ്റ്റംബർ മാസത്തിന്, അല്ല സെപ്റ്റംബർ എന്നല്ല പറയണേ, നമ്മൾ നവംബർ മാസം. ഓക്കെ, നവംബർ മാസത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച്, അതായത് 9 of Wands വന്നിരിക്കുന്നത് അല്ലെ, കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, നിങ്ങൾ തരണം ചെയ്യാൻ കംപ്ലീറ്റ്ലി കേപ്പബിൾ ആണ്. പക്ഷെ ആ ഒരു നിങ്ങളുടെ ലൈഫിന്റെ ജേർണിയുടെ ഒരു ഭാഗമായിട്ടാണ്, നിങ്ങളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചാലഞ്ചസും അത് നമ്മൾ ഓവർകം ചെയ്യുന്നതിലൂടെ നമ്മുടെ സോളിലുള്ള അൺഹീൽഡ് ആയിട്ടുള്ള എനർജീസ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മുൻജന്മങ്ങളിലത്തെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക കർമ്മ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ വേണം നമ്മുടെ ലൈഫിലുള്ള ചാലഞ്ചസിനെ കാണാനായിട്ട്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് തരണം ചെയ്യാനായിട്ടൊരു ശക്തി ലഭിക്കുക, നമുക്ക് ആ ഒരു മനക്കരുത്ത് ഉണ്ടാവുക. അതെപ്പോഴും ഓർക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചാലഞ്ച് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് എനർജിയിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, അതുപോലെ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ചാലഞ്ചിങ് പീരീഡിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇമോഷൻസിന്റെ ബേസിൽ തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വെൽബീയിങ് ആണ് നിങ്ങളിവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ മിന്നൽ വേഗത്തിൽ തരണം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്രയും സ്പീഡിൽ തന്നെ അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളോട് പറയുന്നത്, ഒരു വ്യക്തിയും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചൂഷണം ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നതിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കുകയാണ്, നിങ്ങൾക്ക് അവർ നൽകുകയാണ് എന്നൊരു തോന്നലുണ്ടാവും. ഈ കാർഡിന് അങ്ങനെ രണ്ട് മീനിങ്സ് ഉണ്ട്. എനിക്ക് എപ്പോഴും ഇപ്പൊ ഈ പറയുന്ന മീനിങ് തന്നെ എല്ലാ സിറ്റുവേഷനിലും വരാറില്ല, പക്ഷെ ഇതില് നമുക്കത് ശരിക്കും കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാർഡ് നിങ്ങൾ അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്ത്രീ നോക്കൂ, ഒരു ആപ്പിൾ ആണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ കുട്ടിയുടെ കൺസെപ്റ്റിൽ അവര്
വളരെ ജനറസ് ആണ്. അവര് ഒരു ആപ്പിള് അങ്ങനെ ഈ കുട്ടിക്ക് തന്നെയാണ്. പക്ഷെ അവരെ കയ്യിൽ നോക്കൂ, ഒരുപാട് ആപ്പിൾസ് ഉണ്ട്, ഒരുപാടുണ്ട് അവരുടെ കയ്യിൽ. അവർ ആ ഒരു ഇതിൽ മൊത്തം നിറയെ ആപ്പിളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവർ ആക്ച്വലി ആ കുട്ടിയോട് ജനറസ് ആണോ? അല്ല. ഓക്കെ, പക്ഷെ ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവില് അവർ വളരെ ജനറസ് ആണ്. പക്ഷെ അതല്ല സംഗതി. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അവർ നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ നന്മയ്ക്കാണ്, ഒരു വളരെ ഉദാര മനസ്സുള്ള വ്യക്തിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല സംഗതി. അവർ നിങ്ങളെ ചൂഷണം ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നത് അല്ല നിങ്ങൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ അലേർട്ട് ആയിരിക്കണം. ഇമോഷൻസിലല്ല നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു ലോജിക്കൽ സൈഡാണ് കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സാണ് ഇവിടെ ക്ലിയർ ആയിട്ട് ഇരിക്കേണ്ടത്. കാരണം അത് വളരെ വളരെ അത്യാവശ്യമാണ്. മനസ്സ് ക്ലിയർ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഇന്റൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളോട് പറയുന്ന നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നവംബർ മാസത്തിലെ മുൻപുണ്ടായിട്ടുള്ള, അപ്പൊ ഈ ഒരു ചാലഞ്ച് വരുമ്പോൾ മിക്കതും കഴിഞ്ഞുപോയ നിങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള പല ചാലഞ്ചിങ് പീരീഡുകൾ ഉണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അന്നത്തെ നിങ്ങളല്ല ഇന്നത്തെ നിങ്ങളെന്ന് മനസ്സിലാക്കുക. അന്നത്തെ നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു വേർഷൻ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, ഒരുപാട് അപ്ഗ്രേഡ്, ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിങ്ങൾ ഈ നവംബറിൽ ഈ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ കടന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ആ രണ്ട് വേർഷനും രണ്ട് അന്തരത്തിൽ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആ ഒരു വേർഷൻ, നിങ്ങളുടെ കഴിഞ്ഞു പോയ വേർഷൻ ചിന്തിക്കുന്ന രീതിയിൽ ഈ ഒരു ചാലഞ്ചിങ് പീരീഡ് ഉണ്ടാവുമ്പോൾ ചിന്തിക്കാതിരിക്കാൻ നിങ്ങളോട് പറയുന്നു. അത് കഴിഞ്ഞു പോയതാണ്. അതല്ല, അത് ഇപ്പോഴത്തെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, അപ്ഗ്രേഡഡ് ആണ്. അത് എപ്പോഴും ഓർക്കണം. ഓക്കെ, അത് എപ്പോഴും ഓർക്കണം. അത് ഓർത്തിട്ട് വേണം നിങ്ങൾ ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ. നിങ്ങളുടെ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയാ കാഴ്ചപ്പാടുകൾ, വെളിപാടുകൾ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം ഈ ഒരു ചാലഞ്ചിങ് പീരീഡിൽ. അത് അത്രയും വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറയല്ലോ, നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അത് ധൈര്യപൂർവ്വം ആ സിറ്റുവേഷൻ നേരിടാനും സാധിക്കും. ഇമോഷൻസിനെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ ലോജിക്കൽ സൈഡ് ആക്റ്റീവ് ആയിരിക്കണം, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് സൈഡും ആക്റ്റീവ് ആയിരിക്കണം. ഈ രണ്ട് സൈഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു കടക്കാൻ പറ്റും. സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാരൊക്കെ, ഓക്കെ, നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാരൊക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയും നിങ്ങളുടെ ലോജിക്കൽ സൈഡിനെയും ആക്റ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരൊരു കൃത്യമായ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളുടെ നിന്ന് അകറ്റി നിർത്താനും നിങ്ങൾക്ക് പറ്റും. കഴിഞ്ഞു പോയ കാര്യത്തിനെ ആ ഒരു വേർഷൻ, ഒരു ഓൾഡർ വേർഷനിലേക്ക് തിരിച്ചു പോകാതിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞു പോയത്തെ കാര്യങ്ങൾ, കഴിഞ്ഞ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു പോയതാണ്. അന്നത്തെ നിങ്ങളല്ല ഇന്നത്തെ നിങ്ങൾ എന്നെപ്പോഴും ഓർക്കണം. ഇനി ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡിസംബർ 2025 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? ഡിസംബർ 2025 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? ഓക്കെ, ഇപ്പൊ ഡിസംബർ 2025 അതിന്റെ അണ്ടർലൈൻ എനർജി എംപറർ കാർഡാണ്. ഓക്കെ, ആ മാസ്കുലിൻ എനർജിയിലായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഡിസംബർ 2025 എത്തുമ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിക്കുന്നു. നിങ്ങളുടെ ലൈഫിലെ ഒരു എക്സൈറ്റ്മെന്റ് തിരിച്ചു വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്ഗ്രേഡ്, ഫൈനാൻഷ്യലി അപ്ഗ്രേഡ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട്, ഒരു തരത്തിലുള്ള ടെൻഷൻസും ഇല്ലാതെ ലൈഫ് ഫുള്ളി എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എന്താ പറയുക ഫുൾഫിൽമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അത്രയും എൻജോയ് ചെയ്ത്
ജീവിക്കാൻ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ഏസ് ഓഫ് വാൻസ് ഒക്കെ കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക കരിയറിൽ ഒരു അപ്ഗ്രേഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുക, ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നു. ഇപ്പൊ കരിയറിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് ബേസ് ഉള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നു. അതൊരു ഡ്രീം കം ട്രൂ കൈൻഡ് ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനത്തെ ഒരു ഈ ക്രിയേറ്റീവ് കരിയർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ബിസിനസ്, ഇത് നിങ്ങളുടെ ഒരു ഡ്രീം ആണെങ്കിൽ അത് തുടങ്ങാനുള്ള സാഹചര്യം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഡിസംബർ മാസത്തിൽ. അപ്പൊ അത് ആ ഒരു ഐഡിയയുമായിട്ട് അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് പ്രൊസീഡ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സ്ട്രഗ്ലിങ്സ്, ഓക്കെ, ആ സ്ട്രഗിൾസ് ഒക്കെ അവസാനിക്കുന്ന ഒരു മാസമാണ്. അപ്പൊ അത് വർഷം അവസാനിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫിലും ആ ഒരു സ്ട്രഗിൾസ് എല്ലാം അവസാനിച്ച് നിങ്ങൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഒരു ഫുൾഫിൽമെന്റോട് കൂടെ സംതൃപ്തിയോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്തരത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഒരു കൺസ്ട്രെയിൻസും ഇല്ലാതെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നു, അതിനുള്ള മാനസികമായിട്ടുള്ള ആ ഒരു എന്താ പറയണ്ടേ ഒരു ഉണർവ് ഉണ്ടാകുന്നു, ഒരു മനസ്സമാധാനം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, ലൈഫിൽ കണ്ടന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു ലൈഫാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രൊജക്ട്, ക്രിയേറ്റീവ് കരിയർ, ആ ഒരു ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരാനും, ഓക്കെ, അത് അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങളെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്രിയേറ്റീവ് കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഹെസിറ്റേഷൻ ഒക്കെ മാറ്റിയെടുത്ത് ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് ആ കരിയർ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകാനായി നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസും തരാനുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ കാർഡ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ്, ഇതിൽ നിന്നൊക്കെ മാക്സിമം നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യണം. ഡിസംബർ മാസത്തിൽ ഈ പറയുന്ന ഈ അവസരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരമായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ വന്നാലും അതിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാകണ്ട, അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ റിലീസ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിനൊരു പെർഫെക്റ്റ് മൊമെന്റിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റിലീസ് ചെയ്യുക, അതിനായിരിക്കണം നിങ്ങൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെയും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെയും റിലീസ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നോക്കുന്നത്. ഗ്രൂപ്പ് 2-ന് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്ലൂസ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഈ തീയതികൾ ഈ പറയുന്ന മാസങ്ങളിൽ, ഇനിയുള്ള ഈ മാസങ്ങളിൽ ഈ തീയതികൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 2, 6, 8, 11, 13, 17, 27, 29. അപ്പൊ ഈ തീയതികളിൽ ഇനി വരുന്ന ഈ മാസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ തീയതികളിൽ നടക്കുന്ന സംഭവങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ആ ഓരോ ദിവസം ഈ പറയുന്ന തീയതികൾ ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യുക. എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരോടൊക്കെയാണ് സംസാരിച്ചത്, എന്തിലൊക്കെയാണ് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ സാറ്റർഡേയ്സും ട്യൂസ്ഡേയ്സും, ശനിയാഴ്ചകളും ചൊവ്വാഴ്ചകളും ഈ പറയുന്ന മാസങ്ങളിൽ ഇതുപോലെ എഗെയിൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് MHS ആണ്. ഈ ലെറ്റേഴ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് എന്താ പറയണ്ടേ, നിങ്ങളുടെ പേരിൽ
ഉണ്ടാകാം, ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നവംബർ, മെയ് വിന്റർ സീസൺ, അതായത് ഇപ്പൊ നവംബർ ഇൻവോൾവ് ആണ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഈ പറയുന്ന ഏതെങ്കിലും മാസങ്ങളിൽ നിങ്ങൾ ജനിച്ച മാസമാകാനായിട്ട് സാധ്യത കാണുന്നു. നിങ്ങൾക്ക് അതുപോലെ ലിയോ ജെമിനായി പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അതുപോലെ ഈ റീഡിംഗ് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് റീഡിങ്ങിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു പിക്ക ചാം റീഡിംഗ് അല്ലെങ്കിൽ ഒരു പിക്ക ഫയൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്സിന് ഇപ്പോൾ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വോയിസ് കോൾ ആയിട്ടും വീഡിയോ കോൾ ആയിട്ടും നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ലൈവ് സെഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ലൈവ് സെഷൻസ് ആകുമ്പോൾ ദിവസത്തിൽ 2 ബുക്കിംഗേ അതിനുണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ലൈവ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിൽ ഇപ്പം എന്തായാലും ഇനി 18th ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലേക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം, അതിലൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അത് ലൈവ് സെഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ സെപ്റ്റംബർ മാസം, ഇനി അങ്ങോട്ടുള്ള സെപ്റ്റംബർ മാസം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയുള്ള സെപ്റ്റംബർ മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഇനിയുള്ള സെപ്റ്റംബർ മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ, clarify the magician card. Clarify the 3 of swords. Clarify the king of swords. Advice. അണ്ടർലൈൻ എനർജി ഹാങ്ഡ് ആണ്. അപ്പം ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യാതെ അതെങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം സെപ്റ്റംബർ മാസത്തിൽ. കാരണം നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അതിനൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യം നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഇതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു സംഭവം നടക്കുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത്രയും നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അത് പക്ഷെ നടക്കാതെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ടെമ്പററി ആണ്. കാരണം അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, അതിനേക്കാൾ വളരെ വളരെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ആ രീതിയിലൂടെയാണ് അതിലൂടെയാണ് നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ആണ് കരിയർ. കാരണം പറയാൻ എളുപ്പം ആ കരിയർ ആണ്. അപ്പോൾ കരിയറിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയുടെ ഒരു അവസരം നിങ്ങൾക്ക് ആദ്യം വരുന്നുണ്ട് സെപ്റ്റംബറിൽ. അത് വരുമ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആകുന്നു. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അത് കിട്ടും എന്നൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവിടെ നിരാശപ്പെടേണ്ട. കാരണം ആ നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റിനേക്കാളും വളരെ വളരെ മുകളിൽ നിൽക്കുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് പിന്നെ വരുന്നത്. ഇത് രണ്ടും നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ
ആക്ച്വലി നിങ്ങൾ ആ പഴയ പോലെ നിങ്ങളുടെ മുൻപത്തെ വേർഷൻ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു വേർഷൻ ആണല്ലോ, ആ ഹീൽഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പണ്ടത്തെ പോലെ തന്നെയാണോ ചിന്തിക്കുന്നത്? ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കാതെ ആകുമ്പോൾ നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെയാണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ, അത് നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ നല്ലതാണ് എന്നിലേക്ക് വരുന്നത്, ഓക്കെ ഇതിനേക്കാൾ നല്ലതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്ന ഒരു ബോധ്യത്തോടെ ആ ഒരു നഷ്ടപ്പെട്ടതിനെ വളരെ പീസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസും. ഓക്കെ, നഷ്ടപ്പെട്ടതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കുണ്ടോ ഇവിടെ ഈ ഒരു വ്യക്തി ഈ നഷ്ടപ്പെട്ട കയ്യിൽ നിന്ന് പോയിട്ടുള്ള കപ്പുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരെ പിന്നിൽ നോക്കൂ, 2 കപ്സ് ഓൾറെഡി അവൈലബിൾ ആണ്, അതിലേക്ക് അവർ ഫോക്കസ്ഡ് ആകുന്നില്ല. ഓക്കെ, എന്ന പോലെ ഇത് അവർക്കുള്ള അനുഗ്രഹങ്ങളാണ്, ഇത് അവർക്കായിട്ട് ഈശ്വരൻ കരുതിയിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നോക്കാതെ നഷ്ടങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആകരുത് നിങ്ങൾ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിലെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയി നടക്കുന്നത് എന്നുള്ളതിൽ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, വല്ലാത്തൊരു സങ്കടമോ അല്ലെങ്കിൽ നഷ്ടബോധമോ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം ഓക്കെ, അത് അതിനേക്കാൾ നല്ലതാണ് എനിക്ക് ഈശ്വരൻ വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് എനിക്ക് ലഭിക്കാതെ പോയത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ടതിനെ റിലീസ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഹാങ്ഡ്മാൻ എനർജി കിട്ടിയേ. ഈശ്വരൻ ഇങ്ങനെ പല തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക. ഈ സെപ്റ്റംബർ മാസത്തിൽ യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, സറണ്ടർ ചെയ്ത് പോവുക. അതിൽ കംപ്ലീറ്റ്ലി പീസ്ഫുള്ളി ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. ഓക്കെ, അതുപോലെ നഷ്ടങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇനി ഒക്ടോബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എങ്ങനെയായിരിക്കും? ഒക്ടോബർ 2025 നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ്. ക്ലാരിഫൈ ദ കിങ് ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് കപ്സ്, clarify the 6 of cups, 7 of wands, sorry 7 of pentacles. എന്തുകൊണ്ടാണ് wands വന്നത്? ഓക്കെ, ഒരു ഫൈറ്റിംഗ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഫൈറ്റിംഗ് എനർജിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. വാട്ട്സ് ദ അഡ്വൈസ്? This is the advice. Okay, കാർഡ്സിന്റെ എണ്ണം കൂടിയതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനെയും ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ അണ്ടർലൈങ് എനർജി ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങളോട് പറയുന്നത് മെയിനായിട്ട് ഇതാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഒക്ടോബർ മാസത്തില്. അപ്പൊ നമുക്കിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, ലൈഫിലൊരു ബാലൻസ്. ഓക്കെ, അത് ചിലപ്പോൾ ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ത്രൂ ആയിരിക്കാം. നിങ്ങളൊരു സ്റ്റെബിലിറ്റി, ഒരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു മാസമാണ് ഒക്ടോബർ 2025. അതായത് അത് നിങ്ങളിലേക്ക് വരാൻ വരുമ്പോൾ അത് ആ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണെന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ കറന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, കുറച്ച് നാൾ മുൻപ് അല്ലെങ്കിൽ വളരെ മുൻപ്, ചിലപ്പോൾ ചെറുപ്പകാലത്തായിരിക്കാം. ഓക്കെ, വളരെ കുറച്ചും കൂടെ നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. കരിയർ, അല്ലെങ്കിൽ ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു അപ്ഗ്രേഡ്, അത് കരിയറിലാണെങ്കിൽ കൂടുതലായി കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നു. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുള്ള, നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാക്കി, അതിൽ എത്രത്തോളം സ്ട്രഗിൾസ് വന്നാലും അതിനൊന്നും അപ്പോഴൊന്നും തളരാതെ ആ ഒരു ലക്ഷ്യവും എന്താ പറയാ
മനസ്സിലെ ആ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് ഈ സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി വരുന്നത്. ആ ഒരു സക്സസ് അതൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതൊരു നേട്ടമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കറന്റ്ലി നിങ്ങൾ ചിലപ്പോൾ അത് ലഭിക്കുമ്പോൾ ഇത് ഞാൻ കുറെ നാൾ മുന്നേ ആഗ്രഹിച്ചതാണ്, ഇപ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. അപ്പൊ നിങ്ങളോട് ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ, ഇവിടെ നെഗറ്റീവായി ചിന്തിക്കരുത്. ഇത് ഞാൻ ഇപ്പൊ ആവശ്യപ്പെട്ടത് ഇതല്ലല്ലോ, പിന്നെ എന്തിനാ ഇതിന് വന്നത്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു നേട്ടം തന്നെയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതാണ്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അതിപ്പോ വന്നിട്ടുള്ളത്. അത് നടന്നത് ഈ ഒരു സമയത്താണ്, കാരണം ഇപ്പോഴാണ് നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി പേഷ്യന്റ്ലി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നടക്കണം. ചിലപ്പോ ഒരുപാട് വർഷങ്ങളായിരിക്കില്ല, ചിലപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഇത് നടക്കണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു ഫീൽഡിൽ ഒരു ജോലി ആയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്രയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഇപ്പോൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം ചിലപ്പോൾ അത് വളരെ കോമ്പറ്റേറ്റീവ് ആണെന്ന് കണ്ടപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനിയല്ല ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ വരട്ടെ എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനിൽ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം, ഈ ഒരു എന്താ പറയണ്ടേ, വിഷ് ഫുൾഫിൽമെന്റ് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരുന്നത്. അത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊരു വലിയ നേട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഗുഡ് ന്യൂസ് ആണെന്നാ പറയണേ. അപ്പൊ ഈ ഡെവൽ കാർഡ് ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വരുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഇതിന് തയ്യാറല്ല, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എനിക്ക് ഇപ്പം അറിയില്ല, ഞാൻ അതിന് റെഡിയാണോ എന്ന് അറിയില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല, അങ്ങനത്തെ കുറെ ചിന്തകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാം. അപ്പൊ അതായത് ഈ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഈ വരുന്ന ഈ ഒരു എന്താ പറയണ്ടേ വിഷ് ഫുൾഫിൽമെന്റിനെ അത് റിജക്ട് ചെയ്യാനൊരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. ഓക്കെ, അതിനൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, കുറച്ച് വൈകി വന്നു എന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടത് ഇതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇത് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുക. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നവംബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എങ്ങനെയാകും? ഓക്കെ, Knight of Swords, Two of Cups, Queen of Swords, Nine of Wheels. Advice. ഓക്കെ, ഡബിൾ കാർഡാണ് നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഇതെനിക്ക് കുറച്ചൊരു റിലേഷൻഷിപ്പ് സിനാരിയോയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്ന ഒരു ടൈമാണ് നവംബർ മാസം. ഓക്കെ, അതായത് ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് പ്രപ്പോസൽസ്, റൊമാൻറ്റിക് ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരുപാട് പേര് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുക, അങ്ങനെ കുറെ പെർസ്യൂവേഴ്സ്, സ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാസം. നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയി, എന്നാൽ നിങ്ങൾ എക്സ്ട്രീംലി ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ ഒരു നവംബർ മാസത്തിൽ എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഗ്ലോ അപ്പ് നിങ്ങളുടെ
എക്സ്റ്റേണൽ അപ്പിയറൻസിന് ഡെഫിനറ്റ്ലി ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റുകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ ഡിസിഷൻ ആണ് എന്നാണ് പറയുന്നത്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ക്വീൻ ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾ അതിലേക്ക് ഒരു തരത്തിലൊരു എന്താ പറയണ്ടേ, ഒരു അറ്റൻഷൻ കൊടുക്കാത്ത ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ വളരെ ഗാർഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ വരുന്ന അവസരങ്ങളിൽ ഓക്കെ കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രം എടുക്കുക എന്ന് പറയുന്നു. അതായത് ഏതൊരു കാര്യം, ഇപ്പൊ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിൽ റിസ്ക് എത്രത്തോളം ഇൻവോൾവ് ആണ്, ആ റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങളത് ജെനുവിൻലി ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആണോ നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വൃത്തിയായി ചിന്തിക്കണം. ഓക്കെ, നിങ്ങളോട് അത് എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് നിങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. പിന്നെ മാത്രമല്ല, ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷന്റെ പുറത്തും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ഒരു ഡിസിഷനിലേക്ക് എത്താൻ പാടില്ല. അത് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് പറയുന്നത്. ആ വ്യക്തി വളരെ അട്രാക്റ്റീവ് ആണ് കാണാൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് ഓക്കെ പറയാൻ പാടില്ല. ടൈം എടുക്കുക, എക്സ്പ്ലോർ ചെയ്യുക കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിംഗിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ ഇവരിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അകന്ന് നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചില അവസരങ്ങൾ വരുമ്പോൾ ഇത് എനിക്ക് നല്ലതല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ അത്രയും ശക്തമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. അത് എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും നിങ്ങൾ അത് സ്വീകരിക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് മാത്രം എടുക്കുക. വെൽ പ്ലാൻഡ് ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് എന്ന് എടുത്തു പറയുന്നു. ആ ഒരു ഗാർഡഡ് എനർജി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, വേണ്ടാന്ന് വെക്കരുത്. ആ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, സ്ട്രോങ് ബൗണ്ടറീസ് ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സിറ്റുവേഷനും അനലൈസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങളുടെ ലൈഫ് അല്ലാതെ തന്നെ സൂപ്പറാണ്. അപ്പൊ ഈ ഒരു കാര്യം വന്നാൽ കുറച്ചും കൂടെ സൂപ്പർ ആകും എന്ന് വിചാരിച്ച് അങ്ങനെ എന്താ പറയാ, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന അവസരങ്ങളെയോ അല്ലെങ്കിൽ സ്യൂട്ടേഴ്സിനെയോ പെർസ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ വരുന്ന അവസരങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ജെന്യുവൻലി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എനിക്ക് നല്ലതാണ്, ഓക്കെ, ഇതിലൂടെ എനിക്ക് ഗുണമുണ്ടാകും എന്ന് അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സ്പേർട്ടിന്റെ അഡ്വൈസ് ഒക്കെ എടുക്കാം. പക്ഷെ ആ ഒരു ചില ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ, പറയുന്ന കാര്യങ്ങൾ ഇത് എനിക്ക് എന്തായാലും വേണം തോന്നും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. എന്ന പോലെ തന്നെയാണ് ഈ കേസിലും. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു അവസരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ പുറമേ കാണുന്നതിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പാടില്ല. നല്ലവണ്ണം ചിന്തിച്ച് നല്ലവണ്ണം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷനിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രഷറും ഇല്ല. ഈ വരുന്ന അവസരങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം എന്ന് ഒരു തരത്തിലുള്ള പ്രഷറും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിജക്റ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി ഡിസംബർ മാസം എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2025 ഡിസംബർ മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ, ഓക്കെ, നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അണ്ടർലൈങ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഡിവൈൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ഡിസംബർ മാസത്തിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കുറേ പുതിയ അധ്യായങ്ങൾ, ഓക്കെ, ലോങ് ടേമിലേക്കുള്ള പുതിയ അധ്യായങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുന്ന മാസമാണ് ഡിസംബർ മാസം. അപ്പൊ ആ നടക്കുന്ന എല്ലാ പുതിയ കാര്യങ്ങളും, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്ന എല്ലാ പുതിയ തുടക്കങ്ങളും ആ കാര്യങ്ങളുമായി നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇതൊരു ഡിവൈൻ ടൈമിംഗിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതിനെ സ്വീകരിക്കാം. അതുപോലെ തന്നെ അപ്പൊ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ അവസാനങ്ങൾ ഉണ്ടാകുന്നതും ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നതും ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജറ്റിക്കൽ ഒരു അലൈൻമെന്റിന്റെ ബേസിൽ നടക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആ ഒരു മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഓക്കെ, അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം എന്ന് കാണുന്നു. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന, നിങ്ങൾക്കൊരു നിരാശയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഹെർമിറ്റ് എനർജിയാണ്. അതായത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഡിസ്ട്രാക്റ്റഡ് ആകരുതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു മാസം, ഡിസംബർ മാസം തൊട്ട് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധ ചെലുത്താൻ പറയുന്നുണ്ട്. അതിൽ തന്നെ ശ്രദ്ധിക്കുക, ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്ന് പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫിൽ നടക്കുന്ന ആ ഒരു ചേഞ്ചസ് അതെന്തൊക്കെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായി എടുക്കണം. അപ്പൊ അതിനാ ഒരു ഡിസ്ട്രാക്ഷൻ പാടില്ല. ഫുള്ളി നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെയായിരിക്കണം. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സപ്പോർട്ട്, ഈ പറഞ്ഞ പോലെ ഓരോ ഈ ഒരു ചേഞ്ചസ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചില സപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതൊക്കെ നിങ്ങൾ സ്വീകരിക്കാനും തയ്യാറായിരിക്കണം. അങ്ങനെ അപ്പൊ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയാം, പക്ഷെ അത് ഡിവൈൻ പ്ലാൻ പ്രകാരം ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാകുക. അതാണ് നമുക്ക് ഡിസംബർ മാസത്തിന്റെ ഒരു എനർജി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 3ക്ക് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ പ്രധാനപ്പെട്ട തീയതികൾ, ആഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 3, 4, 10, 12, 20, 30 പിന്നെ തിങ്കളാഴ്ചകൾ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റണം. പറ്റുമെങ്കിൽ ഒരു ബുക്കിൽ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സയൻസ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്കോർപിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ AMNQUXY. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം. ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിക്കപ്പ് ആൾ റീഡിങ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ നമ്മളുടെ ഈ ചാനലിൽ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സിൽ നമ്മൾ ലൈവ് സെഷൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലൂടെ വോയിസ് കോൾ വഴിയും വീഡിയോ കോൾ വഴിയും നമ്മൾ ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെഷൻ വേണമെങ്കിൽ അത് എടുത്ത് പറയണം. ലൈവ് സെഷനാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് എടുത്ത് പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിങ്ങൾക്ക് അയച്ചു തരാനും
നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നൽകാനും സാധിക്കുന്നതാണ്. ഓക്കെ, ലൈവ് സെഷന് ഒരു ദിവസം 2 ബുക്കിംഗ്സേ നമ്മൾ എടുക്കുകയുള്ളൂ. ഞായറാഴ്ചകളിൽ ബുക്കിംഗ് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് ബുക്ക് ചെയ്താൽ ഇന്നോ നാളെയോ കിട്ടണമെന്ന് ഇല്ല. ഓക്കെ, ഓൾറെഡി ബുക്കിംഗ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ബുക്കിംഗ് നടത്താനൊക്കെ ആയിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അത് പക്ഷേ എമർജൻസി റീഡിംഗ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.